മലപ്പുറം വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളാഞ്ചേരി SHO സുനിൽ ദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തു. മലപ്പുറം SP-യുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. CV അനുമോദാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, വേലി തന്നെ വിളവ് തിന്നുന്ന ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ല, നമ്മൾ ഇതിനു മുമ്പും കാണാറുള്ളതാണ്. പോലീസ് സേനയ്ക്ക് തന്നെ കളങ്കമായ അപമാനമായ മറ്റൊരു കേസ് കൂടി ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശം? ആര്യ, ശരിക്കും പോലീസിനെ ഒന്നാകെ, സേനയെ ഒന്നാകെ കളങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് വളാഞ്ചേരിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. നീതി നടപ്പാക്കേണ്ട ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ജനങ്ങളുടെ സുരക്ഷയും അവരുടെ സംരക്ഷണവും അതിലുപരി അവിടെ നീതിയും നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഈ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് എന്നതാണ് ഇതിന്റെ ഏറ്റവും ഗൗരവം. ഒരു CI SI, അതായത് ഒരു മേഖലയിൽ മുഴുവൻ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ്. അവരാണ് ഈ ഒരു ക്വാറി ഉടമയിൽ നിന്നും ഭീഷണിപ്പെടുത്തി 22 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് 30-നാണ് ആദ്യ സംഭവം. അതായത് നിയമവിരുദ്ധമായി നടന്നിരുന്ന ഒരു ക്വാറിയിൽ നിന്ന് വെടിക്കോപ്പുകൾ കണ്ടെത്തുന്നു. മാത്രമല്ല, ഈ ഒരു ക്വാറി നടത്തിപ്പുകാരനെ, ഭൂ ഉടമയെ ഇവർ ഭീഷണിപ്പെടുത്തുകയാണ്. അവരെ കൂടി പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യും. അത്തരത്തിൽ കടുത്ത നടപടികളെ മുന്നോട്ട് പോകും. അങ്ങനെ പോകാതിരിക്കണമെങ്കിൽ SIക്ക് 10 ലക്ഷവും CIക്ക് 8 ലക്ഷവും ഇതിനിടനിലക്കാരനായി നിന്ന മൂന്നാം പ്രതിയായിട്ടുള്ള അസൈനാർക്ക് 4 ലക്ഷവും നൽകണമെന്ന് പറയുന്നു. അപ്രകാരം ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി ഈ ഒരു നിസാർ എന്ന വ്യക്തി 22 ലക്ഷം രൂപ 3 പേർക്കുമായി നൽകുന്നു. ഈ വിവരങ്ങൾ അറിഞ്ഞ മലപ്പുറം SP തിരൂർ DYSP ഇതിന്റെ അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. അങ്ങനെ തിരൂർ DYSP നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ ഒരു SHO അടക്കം ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാം പ്രതി SI ആണ്, മൂന്നാം പ്രതി ഇടനിലക്കാരനായ അസൈനറാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ റിമാൻഡിലാണ്. SHO സുനിൽ ദാസ് ഒളിവിലാണ്. ഗുരുവായൂർ സ്വദേശിയാണ്. ഗുരുവായൂരിലെ വീടും അതുപോലെ തന്നെ വളാഞ്ചേരിയിൽ അയാൾ ഉപയോഗിച്ചിരുന്ന ക്വാർട്ടേഴ്സും അടഞ്ഞു കിടക്കുന്ന സാഹചര്യമാണുള്ളത്. മലപ്പുറം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്നാണെങ്കിലും സേനയെ ഒന്നാകെ കളങ്കിതമാക്കുന്ന ഒരു നടപടിയാണ്. അതിന്റെ ഗൗരവത്തിൽ തന്നെ ഈ ഒരു വിഷയത്തിൽ പോലീസ് നടപടിയെടുത്തിരിക്കുന്നു എന്ന് ആദ്യഘട്ടത്തിൽ പോലീസിന്റെ നടപടി കാണുമ്പോൾ നമുക്ക് വിലയിരുത്താം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നു. പോലീസിനെ ജനങ്ങളിലുള്ള വിശ്വാസം നഷ്ടമാക്കുന്ന തരത്തിലേക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുചെന്നെത്തിക്കുന്നതെന്ന് പറയാതെ വയ്യ. തുടർച്ചയായി നേരത്തെ തന്നെ ഗുണ്ടാബന്ധം ഒരുപാട് ചീത്തപ്പേര് പോലീസിനുണ്ടാക്കുന്ന സാഹചര്യത്തിലാണ് ഗുണ്ടകളെ പോലെ പണപ്പിരിവ് നടത്തുന്നു അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്ന നടപടിയിലേക്ക് പോലീസിന്റെ സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർ, അതായത് ഒരു മേഖലയിലെ സുരക്ഷാ ചുമതലയുടെ ഉത്തരവാദിത്തമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. എന്താണെങ്കിലും പോലീസിന്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. മലപ്പുറം ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം നടക്കുന്നത്. കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള SHO സുനിൽദാസിനെ ഇനിയും പിടികൂടാനുമുണ്ട്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗുണ്ടകളെ പോലെ പോലീസ് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട നിയമപാലകരാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത്. ഇതിൽ ഈ കേസിലും ഏറ്റവും ശ്രദ്ധേയമെന്ന് പറയുന്നത് ഈ ക്വാറി ഉടമ ഈ പോലീസിനെ സമീപിക്കുകയല്ല ഉണ്ടായത്. തനിക്ക് അനുകൂലമായി നിൽക്കണം, തനിക്ക് അനുകൂലമായി ഈ ക്വാറി നടത്തിക്കൊണ്ടു പോകാനുള്ള അനുമതി ഉണ്ടാകണം, അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് ചെല്ലുകയല്ല ഉണ്ടായത്. ഈ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തിയാണ് ഈ പണം തട്ടിയെടുത്തത് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയല്ലേ അനുമോദ്? ഈ ക്വാറിയുടെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ നിയമവിരുദ്ധമായിട്ടുള്ള ആഴം കൂട്ടുവാൻ നിയമവിരുദ്ധമായി വെടിക്കോപ്പ് സംഘടിപ്പിക്കുകയും മൊത്തം ഈ ഒരു ക്വാറി മേഖലയിൽ തന്നെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് അധികവും നടക്കുന്നത്. അപ്പോൾ ഈ നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ പിടികൂടുമ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ പ്രതി ചേർക്കപ്പെടാതിരിക്കാൻ, നിങ്ങൾക്ക് കൂടുതൽ ശിക്ഷ ലഭിക്കാതിരിക്കാൻ, നിങ്ങൾ കോടതിയിലും അതേപോലെ ജയിലിലും എത്താതിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് കാശ് തരണം. ഞങ്ങൾ ഈ നിയമം നടപ്പാക്കുന്നവരാണ്, ഞങ്ങൾക്ക് അതിന് അധികാരമുണ്ട്, ഞങ്ങളുടെ കയ്യിലാണ് നിയമ സംവിധാനങ്ങളുള്ളത്, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെയും എടുക്കുന്ന നടപടികളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ കാര്യങ്ങളുള്ളത്. അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ ഭീഷണിപ്പെടുത്തിയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇതിനെ കൂട്ടുന്നത് ഒരു ഇടനിലക്കാരുണ്ട്, അസൈനാർ. അയാൾ വഴിയാണ് അസൈനാർ ഇടനിലക്കാരനായി നിർത്തുകയാണ് ഈ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. 10 ലക്ഷം രൂപ SIയും 8 ലക്ഷം രൂപ CIയും. SI ക്വാർട്ടേഴ്സിൽ വെച്ചും CI
പൊതുനിരത്തിൽ വെച്ച് വാഹനത്തിൽ വെച്ചുമാണ് ഈ പണം വാങ്ങിയിട്ടുള്ളതെന്നാണ് ആദ്യത്തെ അന്വേഷണത്തിലും ഈ മൊഴിയിലൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് വളരെ ഗുരുതരമായൊരു കാര്യമാണ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടുനിൽക്കുവാൻ ഞങ്ങൾക്ക് പണം തന്നാൽ ഞങ്ങൾ കൂട്ടുനിൽക്കും, അല്ലെങ്കിൽ നിങ്ങളെ പൂട്ടും എന്ന ഭീഷണി മുഴക്കുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പണം വാങ്ങി നിരവധി കേസുകൾ ഇവർ ഒതുക്കുന്നു എന്ന ആക്ഷേപവും വ്യാപകമായിട്ട് ഉയരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉദ്യോഗസ്ഥർ, ഈ രണ്ട് ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മലപ്പുറത്തേക്ക് സ്ഥലം മാറിയെത്തിയവരാണ്. തൃശ്ശൂർ ജില്ലയിലാണ് ഇവർ മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഈ മലപ്പുറം വളാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ പല ഉദ്യോഗസ്ഥർക്കും ഇവരുടെ നടപടികളിൽ അമർഷമുണ്ട്. ഇവർ പല കേസുകളും അത്തരത്തിൽ ഒത്തുതീർപ്പാക്കുന്നുവെന്ന അതെ അനുമോദ്, അതിലേക്ക് തന്നെയായിരുന്നു വരുന്നത്. അതായത് ഈ SI-യുടെയും CA-യുടെയും പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ അത് എങ്ങനെയാണ് എന്നുള്ള ചോദ്യത്തിലേക്കായിരുന്നു ഞാൻ വന്നത്. കാരണം ഇത്തരത്തിൽ വലിയ തുക ഒരു ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി വാങ്ങുന്നു, കൈക്കൂലി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇവർ ഇത്തരത്തിൽ ഇതിനു മുമ്പും നിയമം വളച്ചൊടിച്ച് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായി പണം ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള പല രീതികളും കാര്യങ്ങളും നടപടികളും ചെയ്തിട്ടുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. അത്തരത്തിൽ പുതിയ പരാതികൾ ഇവർക്കെതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്, അതിനു മുമ്പ് തൃശ്ശൂരായിരുന്നു. അവിടെ പല സ്റ്റേഷനിലും ഇവർ ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ആക്ഷേപങ്ങളും ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഘട്ടത്തിൽ അത് പരാതികളായിട്ടൊന്നും ഉയർന്നു വന്നിട്ടില്ല. ഒരുപക്ഷെ ഈ കാശ് കൊടുത്തവർക്ക് അവർ എന്തിനു വേണ്ടിയാണോ കൊടുത്തത് ആ കാര്യം സാധിച്ചിട്ടുണ്ടാകാം. അതല്ലെങ്കിൽ ഇനി ഇത്തരം ഒരു കേസിന്റെ പിന്നാലെ നടന്ന് അവർ വീണ്ടും ഈ പോലീസിന്റെ പട്ടികയിൽ പെടാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാകും. ഈ പോലീസിന് പണം കൊടുക്കുന്നവർക്കൊക്കെ ഒന്നുകിൽ അവർക്ക് അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടാകും, രണ്ട് അതല്ലെങ്കിൽ അവർക്ക് ഈ നിയമ സംവിധാനങ്ങളുടെ ലൂപ്പ് ഹോളുകളിൽ കൂടെ രക്ഷപ്പെടാനുള്ള സംവിധാനം ഇവർ ഒരുക്കിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ആളുകളാണ് പോലീസിന് മിക്കവാറും പണം കൊടുക്കുക. അപ്പോൾ പലരും ഇത് പുറത്തു പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ ഉദ്ദേശം നടക്കണം, രണ്ട് അവർ സ്വതന്ത്രരായിട്ട് ഈ സമൂഹത്തിൽ അവർക്ക് അവരുടെ ജീവിതമായി മുന്നോട്ട് പോവുകയും ചെയ്യും. അതിന്റെ നിയമവിരുദ്ധമായ കാര്യങ്ങൾ പോലീസ് കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഇത്തരം കൈക്കൂലി കേസുകളിലൊക്കെ തന്നെ വ്യക്തമാവുന്ന ഒരു കാര്യം. മലപ്പുറം ഈ SP-യുടെ ഒരു പ്രത്യേക താല്പര്യം, അല്ലെങ്കിൽ SP-ക്ക് വിവരം ലഭിച്ചതിനെ തുടർന്ന് SP എടുത്ത നടപടികളുമാണ് ഇന്നിപ്പോൾ ഈ ഒരു SHO-യുടെയും SI-യുടെയും ഒക്കെ അറസ്റ്റിലേക്ക് ചെന്നെത്തിയിരിക്കുന്നത്. ഇന്ന് മുൻപത്തെ പശ്ചാത്തലത്തിൽ ഇവർ എത്രമാത്രം ഇത്തരം കൃത്യങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ട പരാതികളൊന്നും ഇതുവരെ ഉയർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ഒരുപക്ഷെ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ അകത്താകുമ്പോഴാണ് കൂടുതൽ പരാതികളുമായിട്ട് ആളുകൾ വരുന്നത്. പക്ഷേ അങ്ങനെ വന്നാൽ പോലും അതിൽ തെളിവുണ്ടാക്കി അത് അന്വേഷിച്ച് കണ്ടെത്തൽ ഈ ഘട്ടത്തിൽ എത്രമാത്രം പ്രായോഗികമാവുന്നൊക്കെ ഓരോ കേസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും നിശ്ചയിക്കുക. എന്നുതന്നെയാണെങ്കിൽ ഇത്തരത്തിൽ പരാതികൾ സ്റ്റേഷനുള്ളിൽ തന്നെ ഇത്തരം പരാതികൾ പോലീസുകാർക്കിടയിലുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അത് മുകളിലെ ഉദ്യോഗസ്ഥർക്ക് ഒരു പരാതിയായിട്ട് എഴുതി തയ്യാറാക്കി നൽകിയിട്ടല്ല, പക്ഷേ അത്തരത്തിൽ ആക്ഷേപം അവിടെ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനൊരു ഹിസ്റ്ററി, ഇവരുടെ ചരിത്രം ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ടതാണെന്ന ആരോപണവും ഉയരുന്നുണ്ട്. നിലവിലെ ഈ ഒരൊറ്റ കേസ് മാത്രമാണ് മലപ്പുറം SP-യുടെ തിരൂർ DYSP-യുടെ അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്. ആര്യ, ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പോലീസ് സേനയ്ക്ക് തന്നെ അപമാനമായ വളാഞ്ചേരിയിൽ ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായിരിക്കുകയാണ്. വളാഞ്ചേരി SHO സുനിൽ ദാസിനെയും SI ബിന്ദുലാലിനെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഇവരുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിരിക്കുന്നു.